തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. മത്സരിക്കുന്നതിനുള്ള അയോഗ്യത തുടരും. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അയോഗ്യത മാറണമെങ്കിൽ ശിക്ഷാവിധി റദ്ദാക്കേണ്ടതുണ്ട്, പക്ഷേ അതുണ്ടായിട്ടില്ല. താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ? തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ 3 വർഷത്തേക്കാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരുന്നത്. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ആന്റണി രാജു സമീപിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്ന ആ വിധി ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ആശ്വാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനി ഈ ഹർജിയിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം അതിന്റെ അന്തിമ ഉത്തരവ് വരും, വിധി വരും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആന്റണി രാജു ഈ ശിക്ഷാവിധി റദ്ദാക്കുകയാണെങ്കിൽ മാത്രമാണ് MLA സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള വഴി ഒരുങ്ങുകയും ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യില്ല. അത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻപുട്ട് പ്രകാരം ആ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായാലും അത് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അത്തരത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി വേണം, അത് ശിക്ഷാവിധി റദ്ദാക്കണം. അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തേക്ക് തിരികെ വരാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ചില നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമായിരിക്കും. അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു 8-10 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ്റെ ഒക്കെ വാദം വിശദമായി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇതിലോട്ട് വരിക. പക്ഷേ അതിന് മുന്നേ സംഭവിച്ചു കൂടായികയൊന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തെ വീണ്ടും അയോഗ്യത നീക്കുകയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ശിക്ഷ സ്റ്റേ ചെയ്യുകയും MP സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തിരികെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ട്. സ്വാഭാവികമായും അതിന് മുന്നേ ആകാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആന്റണി രാജുവിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട അഭിഭാഷകർ മുഖേന പ്രിൻസിപ്പൽ കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ആന്റണി രാജു കീഴ്ക്കോടതി ഉത്തരവിനെതിരെ, വിധിക്കെതിരെ എന്താണ് ആന്റണി രാജു ഈ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് അപ്പീലിൽ പറയുന്നത്? അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല, താൻ അത്തരത്തിൽ ഏതെങ്കിലും തൊണ്ടി മുതൽ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോവുകയോ അങ്ങനെ അത് ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം വരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. താൻ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ പ്രധാനമായും കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല, മജിസ്ട്രേറ്റ് കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല എന്നുള്ള ഒരു വാദമായിരുന്നു അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. ആ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ ഹൈക്കോടതിയിൽ വരുന്ന സമയം മുതൽ, ആ സമയം മുതൽ അദ്ദേഹത്തിന് MLA സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള ഒരവസരം ഒരുങ്ങുകയും ചെയ്യും. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യില്ല. പക്ഷേ ഇത് ശിക്ഷാവിധി നിലനിൽക്കുന്നിടത്തോളം കാലം അത് എത്ര വർഷമാണോ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ വർഷം, അത്രയും വർഷത്തെ ശിക്ഷ. ഇപ്പോൾ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 3 വർഷത്തേക്കാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ 3 വർഷം പ്ലസ് അതിനുശേഷം വരുന്ന 6 വർഷം, അങ്ങനെ ഈ കേസിലാണെങ്കിൽ 9 വർഷത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അനുകൂലമായി വിധി വരികയാണെങ്കിൽ സ്വാഭാവികമായി MLA സ്ഥാനത്തേക്ക് തിരികെ വരുന്നതിനുള്ള സാധ്യത തെളിയുകയും വരും. ശരി.